ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറയാറില്ലേ, എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ എനിക്കൊരു സന്തോഷവും സംതൃപ്തി ഉണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അതുപോലെ കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു തുടങ്ങി, ആൻറ്റി ഫുൾ ടൈം ബിസിനസ്സിലാണോ, ഞങ്ങൾക്ക് വീടിൻ്റെ കാര്യങ്ങൾ കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു തുടങ്ങി. കാരണം ശരിക്കും എൻ്റെ ചാനലിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നു തുടങ്ങിയത് തന്നെ എൻ്റെ ഒതുക്കലും പെറുക്കലും വെപ്പും അങ്ങനെയുള്ളൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ്. അപ്പോൾ എനിക്കും അതറിയാം. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മാറി ഞാൻ ബിസിനസ്സിലേക്ക് ഒതുങ്ങിയത് കൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ പറ്റാണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ മാക്സിമം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി തന്നെ ആവാം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന്. അങ്ങനെ ദേ പതിവുപടി തോമും പാച്ചും സ്കൂളിലേക്ക് പോണു. വലിയ കുഴപ്പമില്ല, രണ്ടുപേരും കുട്ടപ്പന്മാരായിട്ടാണ് പോണത്. അപ്പോൾ മിനിഞ്ഞാന്നല്ലേ പോകാണ്ടിരുന്നത്, ഒരു ദിവസമാണ് പോകാണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ദേ അവർ ഓക്കെ ആയി, രണ്ടാളും ഉഷാറായിട്ട് പോകേണ്ട, ഒരു പ്രശ്നമില്ല. അപ്പോൾ പതിവ് പോലെ ഡിമ്പിൾ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, വണ്ടി നിർത്തുമ്പോൾ ഒരാൾ അങ്ങോട്ട് കൈ പിടിച്ച് കയറ്റാനുണ്ടായ ഡാഡിക്ക് ഒരു ആശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡിമ്പിളാണിപ്പോൾ കൂടെ പോണത്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അതേ നടയിലത്തെ മെഴുകുതിരി ഊതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ മെഴുകുതിരിയാണ് കുറച്ച് ദിവസമായിട്ട് കത്തിക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കെസ് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അതാണ് ഇപ്പോൾ കത്തിക്കുക. അപ്പോൾ അതിങ്ങനെ വെള്ളമായി കഴിയുമ്പോൾ ഞാനത് കെടുത്തും. പിന്നെ വൈകുന്നേരം നോക്കുമ്പോൾ വീണ്ടും അത് കട്ടയുണ്ടാവും. അങ്ങനെ ഇപ്പോൾ അതാണ് ഇപ്പോൾ കുറച്ച് 2 ദിവസമായിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ പോർഷൻ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും വീടിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്നല്ല, എല്ലാവരുടെയും വീടിൻ്റെ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ എങ്ങനെ വന്നാലും കുറച്ച് അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. നമ്മളെങ്ങനെ നോക്കണമെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുമ്പോൾ നമുക്കവിടെ പൊടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കാരണം ഞാൻ ഇത് പറയാൻ കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തോ ഒന്ന് കാണിച്ചപ്പോൾ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻറ്റി അപ്പടി വൃത്തിയിൽ നോക്കുന്ന വീടല്ലേ, എന്നിട്ട് ഇത്രയും പൊടിയുടെ ഉള്ളിലായിരുന്നു ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീടിൻ്റെ ഓരോ പരിസരം, ഓരോ മുക്കും മൂലയും എടുത്താൽ കാണാം അവിടെയും കുറച്ച് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും. കാരണം നമ്മൾ പെരുമാറുന്ന സ്ഥലമല്ലേ. നിങ്ങൾക്കറിയാം, ഞാൻ ഏറ്റവും എന്താ പറയുക വൃത്തിയിൽ സൂക്ഷിക്കുന്ന ഓരോ സ്ഥലമാണ്. എന്നിട്ടും ഇവിടെ ഇങ്ങനെയൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഒരു കൊല്ലത്തിലൊരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിതിങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുക്ക് ഒന്ന് ക്ലീൻ ആക്കാം എന്ന് വിചാരിച്ച്. അത് മെയിൻ കാരണം അതല്ല, എൻ്റെ ബിസിനസ് ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് ലോ ആയി. ഞാൻ രാവിലെ അത് കുത്തി വയ്ക്കാൻ മറന്നുപോയി, ചാർജ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇനി അതും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലതിന് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പണിക്ക് അങ്ങോട്ട് നിന്നുട്ടാം. അപ്പോൾ തോമുവിനെ ചാക്കോച്ചനെയും കൊണ്ട് ഡിവൈൻ മോളിലേക്ക് പോയി. ഡിമ്പിൾ റൂമിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്യണു. രണ്ടുപേരും അവരുടേതായ കാര്യങ്ങൾ ചെയ്യണു. കാരണം കറികളും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് തലേ ദിവസം തന്നെ വെച്ച് റെഡിയാക്കിയിട്ട് ചോറ് മാത്രമേ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിയുന്നതോടുകൂടി ഞാൻ ചോറ് വെച്ച പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഭാഗം അങ്ങോട്ട് എടുത്തു. അപ്പോൾ എനിക്ക് പിശുക്കം കൊണ്ടല്ല കേട്ടോ, ഈ പേപ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കട്ടിക്കാണ് ഇടുക. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഇടും. അങ്ങനെ 4 ഭാഗവും മാറി മാറി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് കത്തിക്കാമല്ലോ. വെറുതെ എന്ത് സംഭവമായാലും വെറുതെ കളയണത് നല്ലതല്ലല്ലോ എന്ന് വെച്ചിട്ട് അതൊരു പിശുക്കം എന്ന് പറയരുത്. എനിക്ക് പിശുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർക്ക് ഒന്നും അറിയില്ല എന്ന് പറയാം. കാരണം ഞാൻ ഒരിക്കലും ഒരു പിശുക്കിയല്ല. ഞാൻ എല്ലാതും മാക്സിമം എനിക്കായാലും കുട്ടികൾക്കായാലും മാക്സിമം നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ അരുത് എന്ന് പറയാനോ അഭിപ്രായം പറയാനോ ഒന്നും നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗമാണ് കണ്ടോ, ആ ഭാഗം നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കണ്ടില്ലേ നല്ലോണം പൊടി ഉണ്ടായിരുന്നു. ആ പൊടിയൊക്കെ ഞാൻ ശരിക്കും തുടച്ചെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഗ്രില്ല് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ലെങ്കിലും നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ ചെറുതായിട്ട് ആ കറുത്ത പെയിൻറ്റൊക്കെ പോയിട്ട് പതുക്കെ ഒരു തുരുമ്പിൻ്റെ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലാണ്ട് ആവണതിന് മുമ്പ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറയാം, ഞാൻ എല്ലാതും അവസാനിക്കാൻ കാത്തുകില്ല. അവസാനിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാനത് വീണ്ടും റീഫിൽ ചെയ്യണ കൂട്ടത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ചെടികളൊക്കെ ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു. മണി പ്ലാന്റൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്തരീക്ഷവും തണവാണല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ തൽക്കാലം ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഞാൻ ആ ഭാഗം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ വെച്ചപ്പോൾ ഇതൊക്കെ ജനലേമ്മ പടർന്നിട്ടാണ്. ശരിക്ക് സിറ്റ് ഔട്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു മൂടലായിരുന്നു, ഈ ചെടികളുടെയൊക്കെ ഒരു മൂടലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട. അപ്പോൾ ഈ ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചുട്ടാ. നിങ്ങൾക്ക് ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. ഇതേ മുട്ടത്തോട് ഞാൻ ആദ്യം കുറച്ച് ദിവസം അക്കിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്.
പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ ഉണക്കി വെച്ച സാധനം അപ്പുറത്തിരിക്കുമ്പോൾ ഞാൻ വെറുതെ എന്തിനാ ഇത് വെക്കണേ വെച്ചിട്ട് പിന്നെ ഞാനത് വെക്കൽ നിർത്തി. പക്ഷേ ഇത് എടുത്ത് മാറ്റാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ഇപ്പോൾ തൽക്കാലം എടുത്ത് ഒരു കവറിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ദേ നമ്മളുടെ മറ്റേ ഇത് വെക്കുന്ന സ്ഥലം ഒന്ന് നമുക്ക് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അതും ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾ ബ്രഷ് തൂങ്ങി കിടക്കുമ്പോൾ ബാത്റൂമിലത്തെ ബ്രഷാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ വാഷ് ബേസിൻ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ. അതും ചൂലും കോരിയാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി വെടുപ്പാക്കി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മറ്റേ ഫേസ് വാഷും പിന്നെ നമ്മളുടെ ഒരു പീസ് സോപ്പും ഞാൻ അവിടെ വെക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്ന് വെറുതെ ഒന്ന് മുഖം കഴുകണമെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ഒന്ന് കൈ കഴുകണമെന്ന് തോന്നിയാലോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോപ്പും അവിടെ വെക്കും കേട്ടോ. അപ്പോൾ ഇത് അവസാനം ഞാൻ ഈ സോപ്പ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തുടക്കത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് ബ്രഷൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് ക്യാപ്പ് ഇടലൊക്കെ. പിന്നെ അതൊക്കെ നടക്കില്ലെന്നേ. നമ്മളത് എന്താ പറയുക, പിന്നെ അത് അവിടെ വെച്ച് ഇവിടെ വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ അവിടെ ഇവിടെ ഇട്ട് പൊടിയാക്കണേലും അതങ്ങോട്ട് കളഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് അപ്പുറത്തേക്കാണ് വെച്ചിരിക്കണേ കേട്ടോ. ഇവിടുത്തെ ഒതുക്കൽ കഴിയുമ്പോൾ പിന്നെ ആ ഭാഗമല്ലേ ഒതുക്കണ്ടു. അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ ഇവിടുന്ന് അവിടുത്തെ അപ്പുറത്ത് വെച്ചാൽ ഈ ഭാഗം ഒന്ന് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഡിഷ് വാഷും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി ആ ഭാഗം ഒന്ന് കഴുകി. അപ്പോൾ ഇതെനിക്ക് അക്കി ഒരുക്കി വാങ്ങിച്ചതുണ്ടായിരുന്നതാണ് കേട്ടോ ഈ സോപ്പ് ഡിഷ്. അപ്പോൾ ഇവിടെ ഞാൻ ഒക്കെ മൊത്തം കഴുകി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ആ സ്ക്രബൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടി വേറെ ഒരു പോർഷൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മുമ്പത്തെ ഒരു ട്രേ ആണ് ഈ സോപ്പ് ഡിഷാണ് ഈ റെഡ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാഡി വരുമ്പോൾ അതൊന്ന് അതുമ്മ വെപ്പിച്ചിട്ട് സ്ക്രബ് അത്യാവശ്യമുള്ളത് അതിലേക്ക് ഇട്ടാൽ മതി. ഇതിലൊരെണ്ണം മാത്രം ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നോളും, ബാക്കി ഇതിനകത്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ തൽക്കാലം എനിക്ക് തന്നെ പറ്റില്ല, അപ്പോൾ ഡാഡി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതവിടെ വെച്ചു. അപ്പോൾ ഇത് ഡിഷ് വാഷാണ്, ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് കേട്ടോ. ഇത് ഡിഷ് വാഷ്, ഇത് ഹാൻഡ് വാഷ്. അപ്പോൾ ഡിറ്റർജൻറ്റ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം മെയിൻ എന്താ വെച്ചാൽ കുട്ടികളുടെ മുഖം തുടയ്ക്കുന്ന വല്ല തുണികളോ അല്ലെങ്കിൽ വല്ല മൂത്രം ഒഴിച്ചിട്ടുള്ള വല്ല ഇതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാഷ് ബേസിനിൽ കഴുകുമ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഈ പരിയപ്പുറത്തെ വാഷ് ബേസിൻ്റെ അപ്പോൾ അതിനാണ് ആ ഡിറ്റർജൻറ്റ് സംഭവം ലിക്വിഡ് ഡിറ്റർജൻറ്റ് അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഭാഗത്തെ ഒരുവിധം അങ്ങോട്ട് ക്ലീനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാഡി വന്നിട്ട് ആ റെഡ് ട്രേ ഫിറ്റ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഈ ചെടികൾ ഒന്ന് ഫില്ല് ചെയ്യണം. ഒന്ന് രണ്ടെണ്ണത്തിൽ ഒന്നുമില്ലാണ്ടല്ലോ ചെറിയ കഷ്ണമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതേ ഇലകളുടെയും ചെടികളുടെയും ഒക്കെ ആയിട്ട് താഴ്ത്ത് മൊത്തം ഇലയും പൊടിയും ചെടിയൊക്കെയാണ് കേട്ടോ. കാരണം ഈ മണി പ്ലാന്റിന് എങ്ങനെ വന്നാലും വേരുണ്ടാവും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു കബേർഡാണ് കേട്ടോ. ഇത് വലിയൊരു കബേർഡാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം കള്ളിയുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഇത് ഓപ്പൺ സ്പേസ് ആയിരുന്നു, പക്ഷേ നമ്മളത് ക്ലോസ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും വൃത്തിയിൽ വെച്ച് അടച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും ക്ലീൻ ആവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, എങ്കിലും എന്താ പറയുക ഒരുവിധം ക്ലീനായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എവിടെ നോക്കിയാലും നമുക്കറിയാം എവിടെയെങ്കിലുമൊക്കെ പിന്നെ പഴയതുവരെ 10 വർഷം പഴക്കമുള്ള വീടും കൂടി ആകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെ തുറന്നെടുക്കുന്ന സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസത്തെ പണി കൊണ്ട് നിങ്ങൾ എല്ലാതും ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ ആദ്യമ്പുറത്തിൻ്റെ അടി തുറന്ന് കിടക്കണത്, പിന്നെ ഇങ്ങനെ വാഷ് ബേസിൻ്റെ അടികൾ ഓപ്പണായി കിടക്കണത്, അതൊക്കെ നമ്മൾ ശരിക്കും ഒരു ദിവസത്തെ ആശാരിപ്പണി ഉണ്ടെങ്കിൽ അത് ഈ എന്ത് ഫുഡാണ് മരം വേണമെന്നില്ല, പ്ലൈവുഡ് പോലത്തെ ഉണ്ട് കട്ടിയുള്ളത്, അത് വാങ്ങി ഇങ്ങനെ ഡോറ് വെപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോറേജായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. കാണുമ്പോഴും ഭയങ്കര വൃത്തിയിലാവും. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കിടക്കണമെന്നുള്ളത് പുറത്തുള്ളവർക്ക് കാണില്ലല്ലോ. അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തെടുത്തതാട്ടോ ഞാൻ എൻ്റെ ഒരുവിധപ്പെട്ട കബേർഡുകളും കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ അവിടുത്തെ വാഷ് ബേസിൻ്റെ ഉള്ള ചെരുപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ച സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ കുറേ ഒതുങ്ങിയിരിക്കുന്ന ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എവിടെ നോക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കാം, ഈ ഡോറില്ലാണ്ട് ഇങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അത് ഈ പറഞ്ഞ പോലെ 1-2 ദിവസത്തെ ആശാരിപ്പണി ഉണ്ടെങ്കിൽ വീട് ഭയങ്കര ക്ലീനും നീറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മളൊന്ന് മെനക്കെടാണ്ട് ഒരു കാര്യവും നടക്കില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒതുക്കിയതല്ലേന്ന്. നമ്മൾ ഓരോ ദിവസവും എന്താ പറയുക എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയും കൂടി ചെയ്താലേ നമ്മുടെ വീട് എപ്പോഴും ക്ലീനായി കിടക്കുള്ളൂ. എനിക്കത് പറ്റാത്തതിൻ്റെ സങ്കടമാണ് എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ചോറ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വീട് വൃത്തിയായി കിടക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഡാഡി വന്നു. ഉച്ചയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. പാച്ചുവിനുള്ള സംഭവങ്ങൾ ഡിംപിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെ ഇതേ സമയമായി. അപ്പം ഞാൻ വേഗം വിചാരിച്ചു ചോറ് വെച്ചിട്ട് വരാം. ഡിംപിൾ വെക്കാൻ വരുമ്പോഴേക്കും ഞാൻ പിന്നെ കുക്കറിൽ അരിയിട്ട് അവിടെ വെക്കില്ലേ വേണ്ടോ, പിന്നെ അത് ഓഫ് ചെയ്ത് അങ്ങനെ ഊറ്റി കഴിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ വർഷക്കാലമാകുമ്പോൾ നമ്മൾ ഇളം ചൂട്ടോട് കൂടി കഴിക്കാനാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണത്. രാത്രിയിലായാലും ഇപ്പോൾ ചപ്പാത്തി കുറച്ച് ദിവസമായിട്ട് മാറ്റി കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അടുക്കളയിൽ കിടന്ന് പണിയേണ്ട കാര്യമില്ല, ഉച്ചയ്ക്ക് എന്താണോ വെക്കുന്നത് അതെടുത്ത് രാത്രി വയ്ക്കുക. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു പോർഷൻ ഒതുക്കാണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞത് നമ്മളുടെ കുട്ടികളുടെ മറ്റേ എന്താ പറയുക ഒഴിഞ്ഞ കുപ്പികളുണ്ടല്ലോ, ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെയും പിന്നെ ക്രീമുകളുടെയും അതിൻ്റെയൊക്കെ കുപ്പികൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കഴുകി ഉണക്കിയിട്ട് അവിടെ വയ്ക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഹെയർ ഓയിൽ കാച്ചുമ്പോഴായാലും എന്തിനായാലും നമുക്കത് യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് അവിടെ വെക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുപ്പികളാണ്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ സേഫായിട്ട് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. അതിനുള്ള നേരമൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ഡാഡി ഇതാ പുതിയ ബോക്സും കുട്ടി ബോക്സുകളൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. കാരണം എൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കത് കുറച്ചും കൂടി എടുക്കാനുള്ളൊരു എളുപ്പത്തിന്. അപ്പോൾ 2 ഒറ്റ ബോക്സ് സ്വതവേ അങ്ങനെ തന്നെയാണ്, എന്നാലും എണ്ണം കൂടിയപ്പോൾ അത് എടുക്കാനുള്ളൊരു അസൗകര്യം. അപ്പോൾ ബോക്സുകളൊക്കെ ഒന്ന് മാറ്റി. പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ബോക്സിലാണ് അധിക ഭാഗം വളകളും കാര്യങ്ങളൊക്കെ അയക്കണത്. കാരണം ഇങ്ങനെ നമ്മൾ അയക്കുമ്പോഴും അത് മറ്റേ പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ സീലടിക്കുമ്പോൾ ഇങ്ങനെ അമർത്തി കുത്തുമ്പോൾ പൊട്ടാണ് ചെയ്യണത്. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്, എന്നാലും ചില സമയത്ത് വല്ല 100-ൽ ഒരെണ്ണമൊക്കെ പൊട്ടിയിട്ട് നമുക്ക് കംപ്ലയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡാഡിക്കും അത് എടുക്കാനായിട്ട് എളുപ്പമാവുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ദേ വന്നു നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ മടങ്ങി. അവർ ഞാൻ പറഞ്ഞില്ല 1 മണിക്ക് വരും. അപ്പോൾ ഡാഡി പോയ സമയത്താണ് ഞാൻ ഇതൊക്കെ ഇരുന്ന് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് വരുമ്പോഴേക്കും ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ഓച്ചും മക്കളും കൂടി വന്നു. അപ്പോൾ ചാക്കോച്ചങ്ങനെ കാത്ത് നിൽക്കുകയാണ് അവിടെ വരണതും. എന്താ പറയുക, അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവർ വരണത്. ഇപ്പം എല്ലാതും അറിഞ്ഞു തുടങ്ങിയല്ലോ. അപ്പോൾ അതേ വരുമ്പോഴേക്കും അവരവരുടെ പണികൾ നോക്കുകയാണ്. ദേ ഷൂരി ഒരാൾ ദേ അപ്പുറത്ത് ഇപ്പം തൽക്കാലം ഇവിടെ വെച്ചേക്കണം. സാധാരണ കോണിയമ്മ കൊണ്ടുപോയി വെക്കാറ് കേട്ടോ. അവൻ അവിടെ എന്തോ കണ്ടപ്പോൾ ഓടിപ്പോയതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റാന്ന് തോന്നുന്നുണ്ട്. ബബിൾസിൻ്റെ ഒരു കൊച്ച് സംഭവം കിട്ടിയിട്ടുണ്ട് പാച്ചുവിന് ഗിഫ്റ്റായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ 2 പേര് 2 ക്ലാസ്സിലായതുകൊണ്ട് ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ, മറ്റേ ആൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പാച്ചുവിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. പക്ഷേ ആ ബബിൾസിൻ്റെ ഇത് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അതങ്ങോട്ട് മുഴുവൻ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പാച്ചുവിനത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ തോമുവിന് വണ്ടികളോടാണ് കൂടുതൽ ഇഷ്ടം. തോമു ആ മുകളിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവൻ ദേ ബബിൾസ് എന്ന് പറഞ്ഞിട്ട് ദേ അതുകൊണ്ടുള്ള കളിയാണ്. പക്ഷേ അത് അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു പുതിയത് നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നോക്കി. പക്ഷേ പറ്റണില്ല. അത് ഒഴിക്കാനുള്ളൊരു സംഭവമൊന്നും കാണാനില്ല. ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ തോക്കുകൊണ്ട് അടിക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് അതിന് വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഡിംപിളെന്തോ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ചോറ് ഊറ്റി അങ്ങനെ എന്തോ കാര്യം ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഇന്ന് മാന്തൾ ചാറും പിന്നെ നമ്മുടെ ഇന്നലത്തെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, അച്ചാർ, മീൻ വറുത്തത്, ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഫുഡ് കേട്ടോ. പിന്നെ എന്തോ ചിക്കനും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുട്ടികളൊക്കെ എടുത്ത് ഞാൻ പറയും ബാക്കി തലേദിവസം വരുന്ന സംഭവം അത് അവസാനിപ്പിച്ചിട്ട് മറ്റേത് എടുക്കാമെന്ന് പറയും. കാരണം എന്നാലും അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ബോക്സുകളുടെ എണ്ണം കൂടും. അപ്പോൾ ഡാഡി വന്ന വഴിക്ക് ഡാഡിയെ കൊണ്ട് ഞാൻ ആ സ്റ്റാൻഡ് ഇത് അവിടെ ആ സോപ്പ് ഡിഷ് അവിടെ ചെയ്യിച്ചു. അപ്പോൾ കാര്യം മറന്നുപോയത് ഈ ടാപ്പിൻ്റെ ഇത് കഴുകാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇനി പിന്നെ ആവാം, അല്ലെങ്കിൽ നല്ല സോപ്പിൻ്റെ ഇതുകൊണ്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അത് പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ നമ്മളുടെ ഇന്ന് പാച്ചോറായിരുന്നു രാവിലെ. അപ്പോൾ പാച്ചോറിന് ബെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കുറച്ച് കട്ടൻ കാപ്പി വെച്ചു. അപ്പോൾ അതുകൊണ്ട് കട്ടൻ കാപ്പി ആകുമ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ക്രിംബറി ഉണ്ടായിരുന്നു, നമ്മളുടെ യോഗട്ട്. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ സ്റ്റോക്ക് ചെയ്യും സാധാരണ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരുടെ കൊണ്ടുവന്ന ചോറും പാത്രവും കാര്യങ്ങളൊക്കെ അവരൊക്കെ കഴുകി വെച്ച് അവരുടെ 2 പേരുടെയും ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോയി കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഗ്യാപ്പിലാണ് ഞാൻ ശരിക്ക് ഫ്രിഡ്ജ് പോയിട്ട് തുടച്ചത്. കാരണം ആ സമയത്ത് ഇട്ടിട്ട് പോന്നു. പിന്നെ എനിക്ക് ഡാഡിക്ക് ആ ബോക്സുമ്മ പേരെഴുതലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ശരിക്കും അവിടെ നിന്ന് വിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആ വാഷിംഗ് മെഷീൻ്റെ മുകളിലുണ്ടായിരുന്ന ചെടികളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കണമല്ലോ, കിച്ചണിലും ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഊണ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രിഡ്ജ് തുടയ്ക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളായാലും ഇങ്ങനെ പിടിച്ച് വലിച്ച് വരുമ്പോൾ അതുമ്മ നിറച്ചുണ്ടാവും. പിന്നെ
ഇപ്പം ഇങ്ങനെ ഒരു നനവുള്ള കാരണം ആ ഈർപ്പത്തുമ്മ നമ്മൾ കുട്ടികളായാലും നമ്മൾ കൈ കൊണ്ട് പിടിച്ച് വലിക്കുമ്പോൾ അതുമ്മേ നിറച്ച് ചളിയായിരുന്നു. അപ്പോൾ എനിക്കത് ഓരോ ദിവസവും തുടയ്ക്കാണ്ട് കിടക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി തുടച്ചപ്പോൾ എനിക്കൊരു സമാധാനം. അത് കഴിഞ്ഞ് ഞാൻ സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി ഇന്ന് കേട്ടോ. ഉറങ്ങി എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദാ ഇവർ റിലയൻസിലേക്ക് പോകണു, അപ്പനും അമ്മയും മക്കളും കൂടിയിട്ട്. അപ്പോൾ എന്നോടും പറഞ്ഞു, ഡിമ്പിളിനോടും പറഞ്ഞു. അപ്പോൾ നമ്മളില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പാച്ചു ഉറക്കത്തിൽ നിന്ന് എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ 7 മണിയായിട്ടോ അവർ ഇറങ്ങുമ്പോൾ. ഇവർ പോയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ചായ വെച്ചത്. കാരണം അപ്പോഴേക്കാണ് ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 4:30-5 മണി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് കുറച്ച് നേരം കിടന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റിട്ടാണ് ഞാൻ ചായ വെച്ചത് കേട്ടോ. ചായ വെച്ച് അത് കുടിച്ചിട്ട് ഇതാ അപ്പോൾ അവർ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ പണികൾ ചെയ്യാൻ. കണ്ടോ 7 മണിയായി അവർ പോകുമ്പോൾ. പിന്നെ എനിക്ക് തോന്നുന്നു വരുമ്പോൾ 8:30 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ചായ വെച്ചു. അപ്പോൾ അന്നത്തേലത്തെ സ്മൈലി ഉണ്ടായിരുന്നു, മീറ്റ് ബോൾസ് ഉണ്ടായിരുന്നു, ചിക്കൻ റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും എന്തായാലും എടുത്ത് ഈ 2 വറക്കാം. അപ്പോൾ ഓരോന്നും എടുത്ത് വറുത്തു. അത്രയേ വേണ്ടൂ, കാരണം ഇനിയിപ്പോൾ രാത്രി ഫുഡും കഴിക്കണ്ടേ. അങ്ങനെ അതേ 8:30 ആയപ്പോഴേക്കും ഡിവൈൻ വന്നു. ഡിവൈൻ്റെ ഇതേ ചക്ക, മാങ്ങ, എന്താ പറയുക, പഴം ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് റിലയൻസിലേക്കാണ് പോയതെങ്കിലും അവിടുത്തെ വെജിറ്റബിൾസൊക്കെ ഈ സമയമായില്ലേ ഫ്രഷ് അല്ല എന്ന് കണ്ടപ്പോൾ അവർ സാധാരണ നമ്മൾ സൺഡേ പോവാറുള്ള പച്ചക്കറി കടക്കാരുണ്ട് അവിടെ ശക്തനിൽ. അവിടെ പോയിട്ട് നല്ല ഫ്രഷായിട്ട് എല്ലാ പച്ചക്കറികളും വാങ്ങിയിട്ട് വന്നു. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഈ പറഞ്ഞോണം മാർക്കറ്റിലേക്ക് ഡോൺ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ഇറച്ചി മീനും മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സമയം അപ്പോൾ ഞാനും പറയും, കുറേ വലിച്ചു വാരി ഇങ്ങനെ കൊണ്ടുവരണ്ട, അത്യാവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിയാൽ മതി. കാരണം കുറേ ഇറച്ചി മീനും കഴിക്കുന്നതിലും കാര്യമില്ലല്ലോ. എനിക്ക് ശരിക്കും പാടുമില്ല, എനിക്കിഷ്ടമില്ല. പക്ഷെ നമുക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവർ കഴിക്കേണ്ട പ്രായമല്ലേ, പിന്നെ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ആഴ്ച ശരിക്കും പച്ചക്കറി ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ തോമും അവിടെ നിന്ന് ഒരു പ്രിങ്കിൾസിൻ്റെ ഇതും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതുമ്മയാണ് ഇവരുടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ 2 പേരായിട്ടുള്ള ഇതാണ്. 2 പേർക്കും ഒരുപോലെ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പാച്ചുവിനെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒതുക്കാം കേട്ടോ, വലിയ പ്രശ്നമില്ല. പക്ഷേ തോമുവിന് ഞാൻ പറയും അവനെ കരയിക്കേണ്ടെന്ന് പറയും. പക്ഷേ ഡോൺ പറയും അങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഡിവൈനും അതെ അതിൽ നിന്ന് എടുത്ത് കൊടുത്തതിനുള്ള കരച്ചിലാണ് തോമുവിന് കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ മാറും, കുട്ടികളല്ലേ. അപ്പോൾ അങ്ങനെ ഇവർ 2 പേര് കിച്ചണിൽ ഒതുക്കാൻ നിന്നു. അപ്പോൾ ഇവർ ഒതുക്കണ സാധനങ്ങൾ ഞാൻ കയ്യോടെ അതിൻ്റേതായ വൃത്തിയിൽ, അതായത് എനിക്ക് ഉള്ള ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ക്വയർ പാത്രത്തിലാണ് എല്ലാം വെച്ചതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഒതുങ്ങിയിരിക്കും. തിരിച്ച് 1 ചതുരനിൽ 1 വട്ടനിലൊക്കെ ആകുമ്പോൾ ഫ്രിഡ്ജിൻ്റെ സ്പേസും അതനുസരിച്ച് കുറയും. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് ഇവർ ചെയ്തത് എടുത്തിട്ട് ചതുരം പാത്രത്തിൽ നിന്ന് എടുത്ത് വട്ടപാത്രത്തിലേക്ക്, വട്ടത്തിൽ നിന്ന് എടുത്ത് ചതുരയിലേക്കൊക്കെ വെക്കും. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നുന്നു എനിക്കത് വല്ല വട്ടായി തോന്നുന്നു. കാരണം ഞാൻ വേറെ ഒന്നും വെച്ചിട്ടല്ല, ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അത് വൃത്തിയിൽ ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ദേ ചക്ക അപ്പോഴേക്കും പൊളിച്ച് ചെറിയൊരു പീസ് ഡാഡി വേഗം പൊളിച്ചു. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്, ഡാഡിക്കും ഡിവൈനൊക്കെ ചക്ക ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കഴിച്ചു. അത് കഴിഞ്ഞത് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഞ്ഞിയാണ് രാത്രി ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ ഞാൻ മറ്റേ മീൻ വറുത്തതിലൊരു ചെറിയൊരു കഷ്ണവും കുറച്ച് എനിക്ക് എന്തെങ്കിലും ഒരു കൂട്ടം കൂട്ടിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കുറേ എത്ര വിഭവം ഉണ്ടായാലും എനിക്ക് ഒരെണ്ണം കൂട്ടി അതൊരു പൊട്ട ശീലമാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അത് കൂട്ടി ശരിക്കും വൈകുന്നേരം ഇപ്പോൾ കഞ്ഞി കുടിക്കുന്നതിൻ്റെ വയറിനൊക്കെ നല്ല മൊത്തത്തിലൊരു സുഖം കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഷുഗർ അത് തോന്നുന്നുണ്ട്. പക്ഷേ എന്തോ ഞാനത് കുറേശ്ശെ ചൂടുള്ള കഞ്ഞി കുടിച്ചു തുടങ്ങി. അപ്പോൾ ദേ ഇവർക്ക് ഇറച്ചിയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ തോമുട്ടൻ നേരത്തോടെ ഉറങ്ങി കേട്ടോ. തോമുട്ടനും ചാക്കോച്ചനും ഉറങ്ങി. പാച്ചുട്ട എൻ്റെ കൂടെ ദേ വന്നിക്കാണ് പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ അവനെ ചവിട്ടുപടിയിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാറില്ല കേട്ടോ. കാരണം വർഷക്കാലമാണ്, പിന്നെ അവരും അവിടെ ഓടി നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അപ്പം ഞാൻ ദേ നോക്കിയേ നിങ്ങൾ, ഞാൻ കാലത്ത് ഒതുക്കിയിട്ടത് നന്നായില്ലേ, ദേ ഫുൾ വന്ന് നിറഞ്ഞു. ഉരുളക്കിഴങ്ങ്, സബോള, നാളികേരം, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇത് ബ്രെഡ് റിലയൻസിൽ അറിയാലോ, ബൈ 1 get 1 ഫ്രീ ആണ്. അല്ല ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ 50% കാശ് കൊടുത്താൽ മതി. അപ്പോൾ നാളെ അതേ ബ്രെഡ് മുട്ട എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ ബ്രെഡ് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചതുരം പാത്രമായ ചതുരനിലാണെങ്കിൽ അത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, വട്ടനാണെങ്കിൽ വട്ടനായിട്ടിരിക്കും. ഇതിപ്പോൾ കുട്ടികൾ ഫേസിലിടുന്നത്, ഡിമ്പിളുടെ ഫേസ് ഭയങ്കര ഗ്ലോ ആണെന്ന് എല്ലാവരും പറഞ്ഞു. ശരിക്കും അങ്ങനെ തന്നെ കേട്ടോ, നല്ല ഭയങ്കര മാറ്റമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ റൗണ്ട് ബോക്സിന് പകരം ചതുരം വെച്ചാൽ അവിടെ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നും അതുപോലെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തി പോലെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അങ്ങനെ ഞാൻ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ, എനിക്ക് എല്ലാ ദിവസവും ഞാൻ വോയിസ് ഓവർ കൊടുക്കാറ് പതിവ് ഓർണമെൻറ്റ്സിന്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി, ഇന്ന് ക്ലിപ്പ് ബാംഗിൾസാണ് കാണിക്കുന്നത്, ഡയമണ്ട് ഫിനിഷുള്ള ക്ലിപ്പ് ബാംഗിൾസ്. അത് അങ്ങനെ കാണിച്ചു പോയാൽ ശരിയാവില്ല, കാരണം അതിൻ്റെ ക്ലിപ്പ് തുറക്കി അടക്കിയൊക്കെ വേണം. അപ്പോൾ ഞാനത് എന്തായാലും കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ക്ലിപ്പ് ബാംഗിൾസ് കാണിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞു അധികം കുറേ കാണിക്കുമ്പോൾ ഒന്നും എന്താ പറയുക മനസ്സിലിരിക്കില്ല ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറേശ്ശെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ക്ലിപ്പാണ് കേട്ടോ, അതായത് ഡയമണ്ട് ഫിനിഷിൻ്റെ സെയിം പാറ്റേൺ ആണ്. കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ ക്ലിപ്പ് നിൽക്കുന്നത്. ഈ ക്ലിപ്പ് ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഞാനതാണ് വീഡിയോ ആയിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാണ്ട് എടുത്തത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് റൗണ്ടിലല്ല വരണേ, കണ്ടോ, റൗണ്ടിലല്ല വരണേ, ഇങ്ങനെ വരണേ. അപ്പോൾ ശരിക്കും ഗോൾഡിൽ വരുന്ന അതേപോലെ തന്നെ. അപ്പോൾ ഏത് കൈക്കും ഒതുങ്ങുന്ന പാറ്റേണാണിത്. ആ പാറ്റേണിലാണ് ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒക്കെ ഈ വരുന്നതൊക്കെ ഈ പാറ്റേണുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം വിശദമായിട്ട് ഇങ്ങനെ ക്ലിപ്പ് തുറന്ന് കാണിച്ച് തന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇനി വരുന്ന എല്ലതും. ഇതിപ്പോൾ ഇതിലേക്ക് ഇത്തിരി ലൈറ്റായിട്ട് ഒരു എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അത് തന്നെ ഇത്തിരി ഹെവിൻ്റെ ഞാൻ കാണിക്കാം, ഓരോന്ന് കാണിക്കാം കേട്ടോ. ഇതും സെയിമാണ്, ഇപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ തന്നെ റിപ്പീറ്റാണ് കേട്ടോ. ഇനി ഇത് തന്നെ നമ്മളുടെ കയ്യിൽ റൂബി ജെയ്ഡ് ഉണ്ട്, പിന്നെ റൂബി വൈറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ കണ്ടോ ഇത്രയും സ്റ്റോൺസ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റോൺസ് കൂടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വിലയിലുള്ള മാറ്റവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം അറിയാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ, ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പേര് എന്നോട് പറയുന്നുണ്ട് ഇതിൽ വില പറയാനായിട്ട്. എനിക്കത് പറയാൻ പറ്റാത്തത്, നമ്മളുടെ കയ്യിൽ നിന്ന് കുറേ കുട്ടികൾ റീസെല്ലിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാനിത് പബ്ലിക്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വില ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കച്ചവടത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടൊരു ബർത്ത്ഡേ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ, അങ്ങനെയൊക്കെ പറ്റിയൊരു ഐറ്റം. ഇതൊക്കെ നല്ല ഹെവി, കണ്ടോ, നല്ല കനമുള്ള പാറ്റേണാണ്. കറക്റ്റ് എന്താ ഒരു 2 പവനൊക്കെ തോന്നുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ റീപ്ലേറ്റഡ് ഓർണമെൻറ്റ്സാണ്. റീപ്ലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ തന്നെ ഡംബൽസിൻ്റെ തന്നെ സ്റ്റഡ് ഉണ്ട്, ഡ്രോപ്സ് ഉണ്ട്, മോതിരമുണ്ട്, ലോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ഡംബൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സെറ്റായിട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുഞ്ഞ് കമ്മലും മോതിരമായിട്ട് കൊടുക്കാം, കുഞ്ഞ് ലോക്കറ്റും. അല്ലാത്ത പക്ഷം വളയായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ കുറച്ച് ചെറുതാണ്. കാരണം ഈ 2 പാകളുള്ളവർക്ക് ഇങ്ങനത്തെ വള ഭയങ്കര ലൂസായിട്ട് പറയും. അപ്പോൾ അവർക്ക് ഈ വളയാകുമ്പോൾ മറ്റേ വളകളെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ്, കണ്ടോ. കുറേ ചെറുതല്ല, ഇത് എല്ലാവർക്കും ഇടാം, എന്നാൽ 2 ഇടാം. മറ്റേത് ചിലപ്പോൾ പാകമായിന്ന് വരില്ല. ഇതുമുള്ളത് ഒരു പീച്ച് കളറാണ് കേട്ടോ. ഒരു ചെറിയൊരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള സ്റ്റോണാണ് കേട്ടോ സെൻറ്ററിലുള്ളത്. പിന്നെ ഇത് വരുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കറക്റ്റ് ഡയമണ്ടിൻ്റെ ഡിസൈനിലാണ്. ഇതാ കറക്റ്റ് ഡയമണ്ടാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ആരും വേറെ ആണോ എന്ന് ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. എങ്കിലും അത് പ്രത്യേകിച്ച് കേട്ടോ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടുള്ള സംഭവം. മറ്റേതിനൊക്കെ അപേക്ഷിച്ച് ഇതിന് ഇത്തിരി വില കുറവാകും. കാരണം നിങ്ങൾക്കറിയാം സ്റ്റോൺസ് മറ്റേതിൻ്റെ പോലെ കുഞ്ഞ് സ്റ്റോൺസ് അല്ല, എന്നാൽ കാണാനും ഭംഗിയുണ്ട്. അങ്ങനെ ഇനി ഇത് കണ്ടോ, ഇത് ഈ പറഞ്ഞ പോലെ കുട്ടി സ്റ്റോൺസ്, AD സ്റ്റോൺസാണ്, കണ്ടോ. ഇങ്ങനെ നിറച്ച് സ്റ്റോണായിട്ട്. ഇതിപ്പോൾ സ്റ്റോൺ പോയാലും നമുക്കത് വെക്കാവുന്നതുള്ളൂ, പിന്നെ റീപ്ലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ എത്ര വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ക്ലിപ്പാണ് കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചു തന്നില്ലേ, അതേ ക്ലിപ്പാണിത്. ഇനി അതിൻ്റെ തന്നെ ലവ് നടുക്കൊരു എന്താ പറയുക, ക്രിസ്റ്റലിൻ്റെ ഒരു സ്റ്റോണ്, നല്ലൊരു സ്റ്റോണായിട്ടുള്ളത് കണ്ടോ. ഇത് ഈ പറഞ്ഞ പോലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ അതിന് വല്ല ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഒരു ഡിസൈനാണ് കേട്ടോ അത്, ലവായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡിസൈൻ. ഇത് വേറൊരു പാറ്റേൺ.
ഇതും നമ്മളുടെ ആ ഡംബൽസിൻ്റെ ഇത് സെയിം ഇതിൻ്റെ സ്റ്റഡ് ഉണ്ട് കേട്ടോ, സെയിം ഈ ഇങ്ങനെ ചുറ്റും ഒരു ഗോൾഡൻ വരയായിട്ടുള്ള സെയിം സ്റ്റഡ് ഉണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ. അതുപോലെ മോതിരമുണ്ട്. അപ്പോൾ സെറ്റായിട്ടും വേണമെങ്കിൽ ഇതെടുക്കണവർക്ക്, സെറ്റായിട്ട് എടുക്കണവർ ഇത് ചൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് അങ്ങനെയല്ല പാറ്റേൺ ഒന്ന് വേറെയാണ്. പക്ഷേ ഞാൻ വൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പെടുത്തിയതാണ്. പക്ഷേ ഇവൻ കൂട്ടം തെറ്റി വന്നിട്ടുള്ളതാണ്. പക്ഷേ സാരില്ല, എന്തായാലും വന്ന നിലയ്ക്ക് നമുക്ക് ഇവനെയും കൂടി കാണിക്കാം. ഇതൊന്ന് കാണിച്ചിട്ടേ, അത് ഇങ്ങനെയാണ്, ഇതിൻ്റെ ലോക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഈ ലോക്കിലുള്ളത് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഈ കൂട്ടത്തിൽ വന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ കാണിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ റൂബി വൈറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഞാൻ അതായിരിക്കും കാണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കണ്ടു നിർത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞ പോലെ ഞങ്ങൾക്കും ആശയക്കുഴപ്പം. അതുപോലെ കുട്ടികൾ പറയുന്നുണ്ട്, ആൻറ്റി ബിസിനസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണു, ഞങ്ങൾക്ക് ആൻറ്റിയുടെ വിശേഷം കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് വിശേഷം കേട്ടാണല്ലോ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയതും ഇഷ്ടപ്പെടുന്നതൊക്കെ. അപ്പം പിന്നെ ഞാൻ എപ്പോഴും ഇത് കാണിക്കുന്നതിൽ എനിക്ക് തോന്നി ഇത്തിരി കൂടിപ്പോയോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ ആവശ്യക്കാർക്ക് ആവുകയും ചെയ്തു, എന്നാൽ നിങ്ങൾക്ക് എൻ്റെ വിശേഷം അറിയുകയും ചെയ്യാമല്ലോ. അപ്പം ഇനി നമുക്ക് ബാക്കി വിശേഷം കാണാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഓർത്തത്, ഒരു ഡാർക്ക് ഷെയ്ഡുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ഈ വള കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായേനെന്ന്. പക്ഷേ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഞാനത് ശ്രദ്ധിക്കാം കേട്ടോ. ആരെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പറയണതിന് മുമ്പ് ഞാനങ്ങോട്ട് മുൻകൂർ ജാമ്യം എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ.